ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പൊന്നും പറ്റിയിട്ടില്ല എന്ന്. കാരണം പാലക്കാടാണെങ്കിലും വലിയൊരു വോട്ട് ഷെയറിൽ അവർക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. ചേലക്കരയാണെങ്കിലും വിജയം നേടാൻ അവർക്കായി, രാഷ്ട്രീയ വിജയമാണെന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്പഷ്ടമായി തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. പാലക്കാട് സ്പഷ്ടമാണ്, വയനാട് വളരെ ക്ലിയറാണ്. പക്ഷേ ചേലക്കര വെച്ചിട്ടാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ചേലക്കര അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. വോട്ട് കണ്ടമാനം കുറഞ്ഞു. കുറേ വോട്ട് UDF പോയി, കുറേ വോട്ട് പല സ്വതന്ത്രന്മാർക്കും പോയി, കുറേ വോട്ട് BJP പോയി. അവിടെയും BJP ഒരുപാട് വോട്ട് പോയി, അവരെ വോട്ട്. അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ. അവർ തന്നെ അത് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഭരണ വിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണ്. 100 സീറ്റ് UDF ജയിച്ചപ്പോഴും ജയിച്ച മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കരയിൽ ഇത്രയും വലിയ വോട്ട് കുറയാന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇല്ല, ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല. വയനാട്ടിലെ സ്ഥിതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ദയനീയമായ സ്ഥിതിയാണ്. BJP പിറകിലാണ്. ഒരുപാട് ബൂത്തിൽ, 1ഉം 2ഉം അല്ല. പാലക്കാടും BJP ഒരുപാട് പിറകിൽ പോയി. അതുപോലെ ചേലക്കരയിൽ 40,000-ഓളം ഭൂരിപക്ഷമുള്ളത് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് വന്നു. പിന്നെ എവിടെ നേട്ടം? 100 സീറ്റ് UDF ജയിച്ചപ്പോഴും ജയിച്ച സീറ്റാണ് ചേലക്കര. പിന്നെ എവിടെ നേട്ടം? നേട്ടമില്ല. മാത്രമല്ല വലിയ തകർച്ചയുണ്ട് അവർക്ക്. പക്ഷെ ആ തകർച്ച സ്ഥലങ്ങളിൽ BJPക്കാണ് ഗുണമുണ്ടാക്കുന്നത്. അതിന് ഉദാഹരണമാണ് വയനാട്. UDF അവിടെ ഒക്കെ ശക്തമായ മുന്നേറ്റം തന്നെയാണ്. UDF 100% മതേതര കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അത് വളരെ പ്രകടമല്ലേ. അവർക്ക് അവരെ വിശ്വാസം അതുകൊണ്ട് ഗുണം കിട്ടും എന്നാണ് ഞാനതാ പറഞ്ഞത്. ആ വിശ്വാസം അവരെ രക്ഷിക്കൂല. അവർക്ക് നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ അവരെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇപ്പോൾ മുനമ്പം വെച്ച് അവർ ചില അത് നീട്ടിക്കൊണ്ടുപോയിട്ട് ചില പോളറൈസേഷൻ നടക്കുന്നത് അവർ കാണാതെ പോകുന്നുണ്ട്. അവസാനം അതിൻ്റെയൊക്കെ ഗുണം കിട്ടുക മറ്റു പലർക്കുമായിരിക്കും, ഇടതുപക്ഷത്തിനായിരിക്കില്ല. അല്ല, സാമുദായിക സ്പർദ്ധ എവിടെ ഉണ്ടായാലും പിന്നെ ഗുണം BJPക്കായിരിക്കൂലേ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ UP കണ്ടില്ലേ. UP കലാപം ഉണ്ടാക്കാൻ അവരെന്നെ ശ്രമിക്കുകയല്ലേ. അവിടെ വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതിലവർക്ക് അലോസരമില്ലല്ലോ. സ്പർദ്ധ വന്നാൽ ഗുണം അവർക്കാണ്.